എൻ്റെ പേര് ഹിത. ഞാനൊരു BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. വീട് അരനാട്ടുകര, തൃശ്ശൂരാണ്. ഗ്രാജുവേഷന് ശേഷം ബാങ്ക് SSCന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ നോക്കിയപ്പോൾ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യണമെന്ന് നോക്കിയപ്പോൾ ഈ ടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ ഞങ്ങളുടെ കോളേജിൽ ഒരു ക്രാഷ് കോഴ്സ് പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ക്രാഷ് കോഴ്സ് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടേക്ക് ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ബാങ്കിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഒരു 2-3 മാസം ഇവിടെ നിന്ന് ഇവിടുത്തെ സാറുമാർ നന്നായി സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ എക്സാമിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ഈ എക്സാം എന്താണ്, അല്ലെങ്കിൽ ഈ എക്സാമിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യണം എന്നൊക്കെ ഇവർ നന്നായി നമുക്ക് പഠിപ്പിച്ച് തന്നു. അതിനുശേഷം പിന്നെ ക്ലാസ്സുകൾ ഓരോന്ന് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴും നല്ല ക്ലാസ്സുകളായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മാത്സ് ശരിക്കും മാത്സ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നെങ്കിലും ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ ക്ലാസ്സുകൾ ബേസ് തന്നെ തുടങ്ങിയതുകൊണ്ട്, ബേസ് നല്ല തറവാക്കി പോയതുകൊണ്ട് പ്രിലിംസിലും മെയിൻസിലൊക്കെ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് വൊക്കാബുലറി ബിൽഡ് ചെയ്യാനും അതെങ്ങനെ ബിൽഡ് ചെയ്യണമെന്നും ഇവിടുത്തെ ഫാക്കൽറ്റീസ് പറഞ്ഞു തന്ന്, പിന്നെ ഗ്രാമർ പോർഷൻ ആയാലും റീഡിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായാലും ഈ പറഞ്ഞ പോലെ മിസ്സുമാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവരുടെ മെറ്റീരിയലാണ്. ടൈമിൻ്റെ മെറ്റീരിയൽ നമുക്ക് ആ തിയറി അല്ലെങ്കിൽ നമുക്ക് ആ ബേസ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് എക്സസൈസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ലെവൽ അനുസരിച്ച് നമുക്ക് കൂട്ടി പോകാവുന്ന രീതിയിലാണ് ഇവിടുത്തെ മെറ്റീരിയൽ എല്ലാം ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബേസ് ലെവലിൽ നിന്ന് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് ചെയ്ത് മെയിൻസ് ലെവൽ വരെയുള്ള മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ തന്നെ ധാരാളമാണ് അത്യാവശ്യം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് റീസണിങ് ആയാലും ബേസ് തന്നതിന് ശേഷം പ്രിലിംസ് മെയിൻസ് അതിപ്പോൾ ഏത് എക്സാമിനായാലും ഞാൻ ബാങ്ക് ആയതുകൊണ്ട് കൂടുതൽ ബാങ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സാണ് കൂടുതൽ സോൾവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 6 to 8 months ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ബാച്ച്, എക്സാം ബാച്ച്, അങ്ങനെ 2 ബാച്ചായിട്ട് തിരിച്ച് കുറച്ച് വീക്കുള്ള കുട്ടികളെയും അല്ലെങ്കിൽ നമ്മുടെ ലെവൽ അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്ത് ക്ലാസ്സുകൾ തരികയും പിന്നെ എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്പീഡിൻ്റെ സ്കിൽസൊക്കെ പിന്നെ ആക്യുറസി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെ ബാച്ച് തിരിച്ച് നമുക്കങ്ങനെ ഒരു ക്ലാസ്സുകളൊക്കെ 2 മാസത്തോളം തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സെൽഫ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യുന്നത് വരെ ലൈബ്രറി ലാബൊക്കെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് ടൈമിൻ്റെ ഹോം പേജ് ഉണ്ട്, അതും കയറി യൂസ് ചെയ്യാവുന്നതായിരുന്നു. ഞാൻ കൂടുതൽ ഓഫ്ലൈനായിരുന്നു. ഇവിടെ വന്നിരുന്ന് ലാബിലിരുന്ന് ടൈമിൻ്റെ ഹോം പേജും പിന്നെ ബാക്കി മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യും. പിന്നെ ലൈബ്രറിയിലായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സോൾവ്ഡ് പേപ്പേഴ്സ് ഉണ്ടാവും, പ്രീവിയസ് പേപ്പേഴ്സ് ഉണ്ടാവും, കുറേ ബുക്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് അത് ചെയ്യും. പിന്നെ ഫാക്കൽറ്റീസൊക്കെ നമുക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവർ തീർത്ത് തരാൻ എപ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ പ്രിലിംസ് പാസ്സായതിന് ശേഷം മെയിൻസിനും ഇതുപോലെ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനും ലൈബ്രറി യൂസ് ചെയ്യാനും ലാബ് യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.